BJP ശിരോമണി അകാലിദൾ സഖ്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ എങ്ങനെ നോക്കിക്കാണാം നമുക്കത്? വിഷ്ണു, ഒരു ഇടവേളയ്ക്ക് ശേഷം പഞ്ചാബിൽ ശിരോമണി അകാലിദൾ വീണ്ടും NDAയിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ശിരോമണി അകാലിദൾ NDA ബന്ധം ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുന്നത്. കാരണം പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിൽ സമരം ചെയ്യുന്നുവെന്നും അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നും കരുതിയ ശിരോമണി അകാലിദൾ കർഷക സമരകാലത്ത് NDA ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. നമുക്കറിയാം, NDAയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷികളിൽ ഒന്നാണ് പഞ്ചാബിലെ ശിരോമണി അകാലിദൾ. 1998 NDA രൂപീകൃതമാകുന്ന കാലത്തിന് മുൻപ് തന്നെ BJPയുമായി സഖ്യത്തിലെത്തിയിട്ടുള്ള ചുരുക്കം സംഘടനകൾ. ഒന്ന് ശിവസേനയാണ് മഹാരാഷ്ട്രയിൽ, മറ്റൊന്ന് പഞ്ചാബിലെ ശിരോമണി അകാലിദളാണ്. അതിനാൽ വളരെ പഴയ സഖ്യകക്ഷിയാണ് ഒരു ഘട്ടത്തിൽ NDA വിട്ട് പുറത്തേക്ക് പോയത്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദൾ വീണ്ടും NDAയിലേക്ക് എത്തുന്നു എന്ന സൂചന ലഭ്യമാകുന്നുണ്ട്. പഞ്ചാബിൽ ഇത് സംബന്ധിച്ചുള്ള സീറ്റ് ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. 13 ലോക്സഭാ മണ്ഡലങ്ങളാണ് പഞ്ചാബിലുള്ളത്. അതിൽ 2019 സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനാണ് പഞ്ചാബിൽ മേൽക്കൈ ലഭിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ ലഭിച്ച 2 സംസ്ഥാനം, ഒന്ന് പഞ്ചാബും മറ്റൊന്ന് കേരളവുമാണ്. കേരളത്തിൽ 15 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു. UDF 19 സീറ്റുകളിൽ വിജയിച്ചു. പഞ്ചാബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 13-ൽ 8 കോൺഗ്രസ്, 2 BJP, 2 സീറ്റുകളിൽ ശിരോമണി അകാലിദൾ, 1 ആം ആദ്മി പാർട്ടി എന്നിങ്ങനെയായിരുന്നു. എന്തായാലും ഈ തവണ 13 സീറ്റുകളിലും BJPയും ശിരോമണി അകാലിദളും സഖ്യമായി മത്സരിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതേസമയം ലക്ഷദ്വീപിലെ ഒരു ലോക്സഭാ സീറ്റാണ് ലക്ഷദ്വീപിലുള്ളത്, കേന്ദ്രഭരണ പ്രദേശം. അവിടുത്തെ ആ സീറ്റ് സഖ്യകക്ഷിയായിട്ടുള്ള NCPക്ക് BJP വിട്ടു നൽകിയിരിക്കുന്നു. ഇന്നലെ BJPയുടെ ദേശീയ നേതൃത്വം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലക്ഷദ്വീപിൽ NCP അജിത് പവാർ വിഭാഗമാണ് മത്സരിക്കുന്നത്. സാധാരണ ലക്ഷദ്വീപിൽ BJP മത്സരിക്കാറുണ്ട്. എന്നാൽ ഈ തവണ ആ സീറ്റ് NCP അജിത് പവാർ വിഭാഗത്തിന് നൽകി. കാരണം അവിടെ സിറ്റിംഗ് MP NCPയുടെ തന്നെയാണ്. NCP പരമ്പരാഗതമായി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അടുത്ത കാലത്ത് NCP രണ്ടായി പിളരുന്ന സാഹചര്യമുണ്ടായി. ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും. ഈ പശ്ചാത്തലത്തിൽ അജിത് പവാർ വിഭാഗം NDAയ്ക്കൊപ്പം നിൽക്കുന്നതിനാൽ ആ സീറ്റ് NDA ഇപ്പോൾ അജിത് പവാറിന് ലക്ഷദ്വീപിൽ മത്സരിക്കുവാൻ ആ പാർട്ടിക്ക് നൽകിയിരിക്കുന്നു. ഒപ്പം മഹാരാഷ്ട്രയിലും NDAയിലെ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. മഹാരാഷ്ട്രയിൽ BJPക്കൊപ്പം ശിവസേന, അതുപോലെ തന്നെ NCPയിലെ അജിത് പവാർ വിഭാഗം, ഒപ്പം രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന കൂടി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിലേക്ക് എത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് MNSന്റെ തലവനായ രാജ് താക്കറെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു. സീറ്റ് ധാരണ ഏതാണ്ട് ആകുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് INDA മുന്നണിക്കും, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ഉദ്ധവ് താക്കറേക്കും വലിയ തിരിച്ചടിയാണ് ഈ MNSന്റെ NDA പ്രവേശനം എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കാരണം നമുക്കറിയാം, MNS രൂപീകൃതമാകുന്നത് തന്നെ ശിവസേനയിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട് 2005 ഉദ്ധവ് താക്കറെയുമായി പിണങ്ങിയാണ് രാജ് താക്കറെ പിന്നീട് 2006 മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുന്നത്. ആ രൂപീകരണത്തിന്റെ കാരണം തന്നെ ബാൽ താക്കറെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഈ ഉദ്ധവ് താക്കറെ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഉദ്ധവ് താക്കറെ ഒരു ഒന്നാന്തരം ഈഗോയിസ്റ്റും കോംപ്ലക്സ് രോഗിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് രാജ് താക്കറെ MNS രൂപീകരിക്കുന്നത്. സ്വാഭാവികമായും ഉദ്ധവ് താക്കറെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് താക്കറെ കുടുംബത്തിലെ തന്നെ രാജ് താക്കറെ ഇറക്കിക്കൊണ്ടുള്ള വലിയ നീക്കം NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല, തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു ഫേസ് കൂടിയാണ് രാജ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും. അങ്ങനെ അതിശക്തമായ ഒരു സഖ്യ നീക്കം മഹാരാഷ്ട്രയിൽ BJP നടത്തുകയാണ്. ഒപ്പം ഒഡീഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒഡീഷയിൽ BJDയുമായി സഖ്യം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് BJP എത്തി. 21 ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. 147 നിയമസഭാ മണ്ഡലത്തിലും ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BJPയുടെ തീരുമാനം. വിഷ്ണു, വ്യക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാവുകയാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.